ഹലോ ഹായ്. അപ്പൊ നമ്മൾ ചാലിയത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ ബേപ്പൂരിലേക്ക് പോകണ്ട. ബേപ്പൂരിൽ പോകാൻ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് ജങ്കാറാണ്. ജങ്കാറിന്റെ ടൈം വരുന്നത് മോർണിംഗ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 7 മണി വരെ ഉണ്ടോ. അപ്പൊ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ജങ്കാർ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ജങ്കാറിൽ തിരക്കായതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററാണ് ബേപ്പൂരിലേക്ക് വരുന്നത്. ജങ്കാർ കരക്കെത്തിട്ടോ. അപ്പൊ വണ്ടി എടുത്ത് പിന്നെ നമ്മൾ നേരെ വിട്ടത് ബേപ്പൂര് ബീച്ചിലേക്കാണ്. ബീച്ചിൽ അന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരുന്നു. അപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി. ബേപ്പൂർ ബീച്ച് ഇപ്പൊ ടോട്ടലായി മാറിയിട്ടുണ്ട്. ടൈല് വാങ്ങിയതുകൊണ്ട് തന്നെ വീൽ ചെയർ ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ എല്ലാ വർഷവും വാട്ടർ ഫെസ്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിദേശികൾ വരുന്ന ഒരു ബീച്ചും കൂടിയാണിത്. കോഴിക്കോടുള്ള ബീച്ചുകളൊക്കെ കേരള ടൂറിസം പുതിയ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.